അസ്സലാമു അലൈക്കും. ഇത് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു ഇതാണ്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തതൊന്നുമല്ല. തെറ്റുകളുണ്ടാവാം. ഓക്കെ, കുട്ടികൾ മനസ്സിലാക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക. 30ാമത്തെ പേജിലാണ് നമ്മളെന്ത് ചെയ്യുന്നു, പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മദ്രസയിൽ സ്കൂളിൽ എന്ത് ചെയ്യുക, ഒരു മുസാബക്ക സംഘടിപ്പിക്കുകയാണ്. ഒരു മത്സരം സംഘടിപ്പിക്കുക, ക്വിസ് മത്സരം സംഘടിപ്പിക്കുക. മുസാബക്കത്തുൽ ഇഖ്തിബാർ എന്ന ക്വിസ് മത്സരം. അപ്പോൾ ക്വിസ് മത്സരം നടത്തുകയാണ് നമ്മളെ മദ്രസയിൽ ഇന്ന് ബി മുനാസബത്തി യൗമിൽ മിഹ, വാട്ടർ ഡേയോടനുബന്ധിച്ച്, ജലദിനത്തോടനുബന്ധിച്ച്. അപ്പോൾ അതിന് ചോദ്യമാണ് നുഅദ്ദുലഹ അസ്ഇലാൻ, അതിന് നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം എന്ന്. അപ്പോൾ ഇവിടെ മോഡലായിട്ട് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ 8 കോളങ്ങൾ അവിടെ ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, 7 8 ഒക്കെ എഴുതാനുള്ള സ്ഥലമുണ്ട്. 2 ചോദ്യം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ ചോദ്യം എന്താ? കം നെഹ്റൻ ഫി വിലായത്തി കൈരള. എൻ്റെ ബാക്കി കുറച്ച് മോഡലുകൾ ഞാൻ തന്നതാണ്. കം നെഹ്റൻ ഫി വിലായത്തി കൈരള. ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഈ PDF ഇട്ട തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് അവതരിപ്പിക്കുന്നത്. കേരള സംസ്ഥാനത്തിൽ എത്ര നദികളുണ്ട്? അത് 44 44 ഉത്തരം. മത്താൻ അഹ്തഫിലു ബിൽ യൗമിൽ ആലമി ലിൽ ബിയ. പിന്നെ നമ്മളെന്ത് ചെയ്യാണ്? പരിസ്ഥിതി ദിനം, അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? യൂനിയു 5, ജൂൺ 5-നാണ്. യൂനിയു 5 അൽ ഖാമിസു മിൻ യൂനി മിൻ ഷഹരി യൂനി. അതാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി. ഇനി അടുത്ത് കം നിസ്ബത്തുൽ മാഇ അലാ സത്ഹിൽ അർളി. ഇതിൻ്റെ ഉത്തരങ്ങൾ അടിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അവതരിപ്പിച്ചോളൂ. എത്രയാണ് ഇതിൻ്റെ ഹവാലൈ? ഇതിൻ്റെ ഉത്തരം ഹവാലൈ വാഹിദും വസബഊൻ. അത് 3/4 ഭാഗവും കടലാണ്, 1/4 ഭാഗം കരയാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 4% ജലസ്രോതസ്സുകളായിട്ട് കിടക്കുന്ന കിണർ, കുളങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. 4ാമത്തെ ചോദ്യം ഉദ്കുർ അയ്യസ്തിഖ്ദാമിൻ റഈസിൻ ലിൽ മാഇ ഫി ഹയാത്തിന്. ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗം, വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഫി ഹയാത്തിന്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ വെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഉപയോഗം പറയുക. അതിനടിയിൽ നമ്മൾ 3 ഉപയോഗം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഷുർബ്, ഒന്ന് കുടിക്കുക. ഇവിടുന്ന് സിറാത്ത്, കൃഷി, സിനാഅത്ത്, നിർമ്മാണ പ്രവർത്തനം. ഓക്കെ, ഞാൻ 5ാമത്തെ മാ അത്തുബലു നഹരിൻ ഫി വിലായത്തി കേരള. കേരള സംസ്ഥാനത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. അവിടെ ഉത്തരടിയിലുണ്ട്. 6 ഉക്തുബ് അയ്യ മൗലിദിൽ മിയാഹിൽ ആദ്ബ. നല്ല ശുദ്ധജലത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്രോതസ്സ് പറഞ്ഞുതരിക. വെള്ളത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്രോതസ്സ് എന്ന് പറഞ്ഞു തരിക. അതാണ് 6ാമത്തെ ചോദ്യം. ഏതാണ്? പിന്നെ ബിർക്കത്തെയ്ത, ബിഇറെയ്ത. ബിർക്കത്തഞ്ഞ കുളം, ബിഇറഞ്ഞ കിണർ. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സ് എഴുതാനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജലവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ പാഠഭാഗത്തിൻ്റെ പല ഭാഗത്തിലും വരുന്നുണ്ട് തെർഷീദ് ഇസ്തിഹ്ലാക്കിൽ മിയ. എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? അതാണ് ഒരു ചോദ്യം, 7ാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഉണ്ട്. എന്താണ്? ഇസ്തിഅമാലുൽ മാഇ ബി ഹിക്മത്തിൻ വ അദമുൽ ഇസ്റാഫ് ഫീഹി. എന്ത് ചെയ്യുക? വെള്ളം നല്ല യുക്തിപരമായിട്ട് യുക്തിപൂർവ്വം ഉപയോഗപ്പെടുത്തുകയും അതിൽ പിന്നെ ഇസ്രാഫ്, ദുർവ്യയം ഇല്ലാതിരിക്കാൻ ചെയ്യുന്നതിനാണ്. അതായത് വെള്ളത്തെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുക? തെർഷീദുൽ മിയാഹ് എന്ന ഇസ്തിഹ്ലാക്കിൽ മിയാഹ്. വെള്ളത്തിൻ്റെ ഉപയോഗം നല്ല റുഷ്ദ് എന്ന് പറഞ്ഞാൽ തെൻ്റേടം കാണിക്കാമെന്ന്. വെള്ളത്തിൻ്റെ ഉപയോഗത്തിൽ തെൻ്റേടം കാണിക്കുക, നല്ല രൂപത്തിൽ അതിനെ ഉപയോഗിക്കാമെന്നർത്ഥം. റഷീദ്. ഓക്കെ, യുദ്കുർ വസീലത്തേന് യുംകിനു മിമ്മ തൗഫീറുൽ മിയാഹ് ഫിൽ മൻസിൽ. വീട്ടിൽ വെള്ളം നല്ല ഉഷാറായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്ന പിന്നെ 2 മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാനാണ്. അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? ഇഹ്ലാഖു സുംബൂരി ഇന്ദ വസ്ലിൽ അസ്നാൻ. പല്ല് കഴുകുന്ന സമയത്ത് പൈപ്പ് കൂട്ടുക. നമ്മളാണ് തുറന്നിടും, അങ്ങനെ പല്ല് തേച്ച് ചെയ്യണവരെ അങ്ങനെ തുറന്നിടും. അതാണ്. പിന്നെ ഇസ്രാഹു തസറുബാത്ത്, വെള്ളത്തിൻ്റെ സഞ്ചാരപഥങ്ങളൊക്കെ നന്നാക്കുക, പിന്നെ നന്നാക്കി എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? വെള്ളം നല്ല വെള്ളമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് അയ്യു നഷാത്തിൻ മൻസിലിൻ യസ്തഹ്ലിക്കു അക്ബറ കമ്മിയത്ത് മിനമി. ഇവിടെ ഓപ്ഷനാണ്. ഏറ്റവും കൂടുതൽ, അതായത് അയ്യു നഷാത്തിൻ, ഏത് പ്രവർത്തനമാണ്, വീട്ടിലെ ഏത് പ്രവർത്തനമാണ് യസ്തഹ്ലിക്കു നശിപ്പിക്കുന്നത്, വെള്ളത്തെ
വെള്ളം ഉപയോഗത്തിന് വരുന്നത് അക്ബർ കമ്മിയാണ്, കൂടുതൽ അളവിൽ വെള്ളം ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന ഏത് പ്രവർത്തനമാണുള്ളത്? ഒന്ന് വസുലുൽ യദൈനി, കൈ കഴുകാൻ, ഇസ്തിഹ്മാമ കുളി, വസുലു സുഹുന പാത്രങ്ങൾ കഴുകുക, ഷുറുബുൽ മാ വെള്ളം കുടിക്കുക. ഒറ്റടിക്ക് അറിയാൻ കുളിച്ചാൽ തന്നെയാണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാനൊക്കെ. ലിമാദാ യഹ്തഫിലു അൽ ആലമു ബി യൗമിൽ മിയാഹ് ഫി 22. അപ്പോൾ യൗമുൽ മിയാഹ് എന്നാന്നുള്ള ചോദ്യം നമുക്കതിന് വേറെ എടുക്കാം. ഓക്കെ, വേറെ കുറച്ച് ചോദ്യം കൂടി ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്, ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എന്തിനാണ് അന്താരാഷ്ട്ര തലത്തിൽ മാർച്ച് 22 ജലദിനം ആഘോഷിക്കുന്നത് എല്ലാ കൊല്ലം? അതിന് ഉത്തരമാണ് അതായത് നല്ല രൂപത്തിൽ മനസ്സിലാക്കി തൗഖിയത്തി അല അഹ്മിയത്തിൽ മിയാഹി വദറൂറത്തിൽ ഹിഫാദി അലൈഹ. എന്താണ് വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ PDF-ലായിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് ബുക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് ക്വസ്റ്റ്യനും കൂടി പരിചയപ്പെടുത്തുകയാണ്. അതിൽപ്പെട്ടതൊന്ന് മാഹുവ അത്വലു നെഹ്റിൻ ഫിൽ ആലം. മാഹുവ അത്വലു നെഹ്റിൻ ഫിൽ ആലം. ഒന്നാമത്തെ ചോദ്യം, അതായത് ഏതാണ് ലോകത്തെ ഏറ്റവും നീളം കൂടെ നദി? നേരത്തെ നമ്മൾ അത്വലു നെഹ്റിൻ ഫിൽ വിലായത്ത് കേരള പറഞ്ഞു, അത് പെരിയാറാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള നദി മാഹുവ അത്വലു, അത് നെഹ്റുൻ നീൽ, നൈൽ നദിയാണ്. 2, അയ്യു നെഹ്റിൻ അക്തറു മലൂഹത്തൻ ഫിൽ ആലം. അക്തറു മലൂഹത്തൻ ഫിൽ ആലം, ലോകത്തെ ഏറ്റവും ഉപ്പുള്ള വെള്ളം ഏതാണ്? അൽ ബഹറുൽ മയ്യിത്ത്, ചാവുകടൽ, ഡെഡ് സീ ആണ്. ഓക്കെ, അതിൽ ഉപ്പിൻ്റെ ലവണം നല്ല കൂടുതലാണ്, അതുകൊണ്ട് ഇതിൽ പൊങ്ങിക്കിടക്കുമെന്നൊക്കെ പറയുന്നു. ഓക്കെ, അടുത്തത് മാഹുവ അക്ബറു മുഹീത്തിൻ ഫിൽ ആലം. മാഹുവ അക്ബറു മുഹീത്തിൻ ഫിൽ ആലം, ലോകത്തെ ഏറ്റവും വലിയ മഹാസമുദ്രം, ഏറ്റവും വലിയ മഹാസമുദ്രം അൽ മുഹീത്തുൽ ഹാദി, ശാന്തസമുദ്രം. പസഫിക്കും ശാന്തസമുദ്രം അങ്ങനത്തുണ്ടല്ലോ, ഏറ്റവും ഇതായിട്ടുള്ള വലുത് അൽ മുഹീത്തുൽ ഹാദി, ശാന്തസമുദ്രം. പിന്നെ കം നെഹ്റൻ യജ്രി ഇല ഷർക്കി ഫി വിലായത്തി കേരള. കേരളത്തിൽ എന്താണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്ര? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ എത്രയാണ്? ഒക്കെ നമുക്ക് ചോദ്യത്തിൻ്റെ ഓരോ മോഡലാണ്, അത് മനസ്സിലാക്കുക. അതുപോലത്തെ അടുത്ത ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള 3 നദികളാണ് അങ്ങനെ കിഴക്കോട്ട് ഒഴുകുന്നത്. ഒന്ന് കബനി നദിയും, മറ്റൊന്ന് ഭവാനി നദിയും, ഒന്ന് പാബാർ നദിയും. ഈ 3 നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഓക്കെ, കബനി നദി ഉള്ളത് വയനാട്ടിലാണ് ഉത്ഭവം. ഭവനി നദി നീലഗിരി കുന്നുകളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ പാബാർ നദി ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. അടുത്തത് മാഹിയ നിസ്ബത്തുൽ മിയാഹി അലാ സത്ഹിൽ അർളി. ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ഇവിടെ 3 നദികളിൽ നിന്ന് ഇവിടെ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ആ നദി കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. ഓക്കെ, 71%. അത് നമ്മളതിൽ തന്നെ ചോദ്യത്തിലുണ്ടായിട്ടുണ്ട്. ഭൂമുഖത്തുള്ള വെള്ളത്തിൻ്റെ അളവ് അല്ല. കം ലിത്രൻ മിനൽ മാ യജിബു അലൈന അൻ നശ്റബ യൗമിൻ. ഒരു ദിവസം നാം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ കണക്ക് എത്ര ലിറ്ററാണ്? 2 മുതൽ 3 ലിറ്റർ വരെയെന്ന്. 2 to 3 ലിറ്റർ. ഈ ചോദ്യങ്ങൾ ഇത് മനസ്സിലാക്കുക. അത് നന്നായി നമുക്കൊക്കെ പ്രത്യേകം പരിചയപ്പെടേണ്ടതാണ്. അപ്പം നിങ്ങളോട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിരുന്നത് ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതുവരെ ഒരു കുട്ടിയും അത് ഫോർവേഡ് ചെയ്തിട്ടില്ല. ഒക്കെ നിങ്ങൾക്കാണ് അതിന് നഷ്ടമുള്ളത്. 36 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നൊരു ക്വിസ് മത്സരം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ക്വിസ് മത്സരം ഇനി നടത്താനില്ല. ഏതായാലും ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക.